ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നിങ്ങൾ കാണുന്നുണ്ടാവും നിറയെ പൂത്ത് നിൽക്കുന്ന ഈന്തപ്പഴം. ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ മീശക്കവലയിലുള്ള തൊട്ടടുത്ത സ്ഥലത്തിൻ്റെ പേര് അറിയപ്പെടുന്നത് ആലത്തൂര് താമസിക്കുന്ന പടിഞ്ഞാറേക്കര രാജുവേട്ടൻ്റെ വീട്ടുമുറ്റത്തെ ഒരു കാഴ്ചയാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ പൂത്തലിഞ്ഞ് നിൽക്കുന്ന ഈന്തമരങ്ങൾ സാധാരണ വയനാട്ടിൽ കാണാറില്ല. അപൂർവമായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയുകയില്ല. പക്ഷെ ഇത് നല്ലൊരു കാഴ്ചയാണ് ഈ വേനൽക്കാലത്ത്. ഇതെങ്ങനെ ഇത് മേടിക്കും, അതുപോലെ ഇത് നട്ടുപിടിപ്പിക്കുകയും ചെയ്ത്? ഇത് ഞങ്ങൾ അമ്പലവയലിൽ നഴ്സറിയിൽ പറഞ്ഞിട്ട് അവർ 2 മാസം കഴിഞ്ഞപ്പോൾ അവിടെ മുക്കത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മുക്കത്ത് പോയിട്ട് നമ്മൾ എടുത്തതാണ്. 4 തൈ കൊണ്ടുവന്നു. അതിലെന്തോ കുരുത്തത്തിന് 3 എണ്ണത്തിൽ ആണായിരുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം ഇപ്പം കായ്ച്ചത്. അല്ലേ കായ്ക്കില്ല. എല്ലാവരും കുറേ വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും അങ്ങനെ കായ്ക്കുന്നില്ല. നമുക്കിപ്പോൾ ഇവിടെ ഈ 1 ആണായതുകൊണ്ട് ബാക്കി 3 എണ്ണം ഉള്ളത് കായ്ച്ചു. എന്തായാലും 4 മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചത്. അതെ, അതിപ്പോ 2.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ? 2.5 വർഷമായുള്ളൂ. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നല്ലൊരു പൈസയും തോന്നുന്നു അല്ലേ? പൈസയായി. ഒരു തൈക്ക് അന്ന് 7000 രൂപ ഒരു തൈക്ക് വിലയുണ്ട്. പിന്നെ അതിന്റെ കൂലിച്ചെലവും കാര്യങ്ങളൊക്കെ വേറെ വരും. അതെ, എന്തായാലും 10-50,000 രൂപയായി കൂലിച്ചെലവടക്കം ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും അല്ലേ? മുക്കത്തുനിന്ന് വണ്ടി വിളിച്ച് കൊണ്ടുവന്ന് ഇവിടെ SUV കാണാനൊക്കെ ഇപ്പൊ ഒരുപാട് ആളുകൾ വരുന്നുണ്ടാവും. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ ആളുകൾ വരുന്നുണ്ട് അറിഞ്ഞിട്ടില്ലേ? അതെ, ഇതിന്റെ കായ കാണാനും പറിച്ചു തിന്നാനും. ആദ്യം ഒരു പച്ച കളറായിരുന്നു. ആദ്യം പച്ച കളറായിരുന്നു, പിന്നെ അത് മഞ്ഞയായി. ഇപ്പൊ അത് കറുത്ത് പഴുത്തു തുടങ്ങി. ഇപ്പൊ ഇത് പഴുപ്പായി. ഇത് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു നല്ല ഫ്രൂട്ട്സ് ആണെന്നാണ് പറയുന്നത് അല്ലേ? അത് തന്നെ. അപ്പം എന്തായാലും നല്ല മായമില്ലാത്ത ഇത് പച്ചക്ക് തന്നെ പറിച്ച് തിന്നാൻ തോന്നുന്നു അല്ലേ? പച്ചക്ക് ഈ ലെവലിൽ ഇത് കഴിക്കാൻ പറ്റുമോ? ഇതാണ് ഇപ്പൊ കഴിക്കുന്നത്. ഇത് കഴിക്കാൻ പറ്റുന്ന പഴുത്താണ് ഇപ്പൊ കഴിക്കുന്നത്. അത് നല്ല അത്യാവശ്യം മധുരമുണ്ട്. പിന്നെ കട്ടിയായി വരുന്നുള്ളൂ. ഇത് ഫസ്റ്റിലെ കാഴ്ച ആയതുകൊണ്ട് ചുളക്കിച്ചിട്ട് കട്ടിയായി വരണം. അതായത് പ്രായമാവുന്നതനുസരിച്ച്. രാജുവേട്ടന്റെ ശ്രദ്ധയിൽ ഇതുപോലെ നമ്മളെ പുൽപ്പള്ളി ഭാഗത്ത് പറയാവിടെ ഇങ്ങനെ ഈ രീതിയിൽ പുൽപ്പള്ളി എവിടെയും കണ്ടിട്ടില്ല. 1-2 എണ്ണം അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ടെങ്കിലും അത് കായ്ച്ചിട്ടൊന്നുമില്ല. ഞാൻ കണ്ടിട്ടില്ല. വെറുതെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. അതുപോലെ ഈ ഈന്തപ്പഴം നമ്മുടെ നാട്ടിലും ഉണ്ടാവുന്ന തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും അല്ലേ? ഒരുപാട് സന്തോഷം. വ്യത്യസ്തമായ ഒരുപാട് കൃഷികൾ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വേറെയുണ്ട്. എന്തായാലും എല്ലാ കൃഷികൾക്കും അല്ലെങ്കിൽ കൃഷി പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ.